വൈക്കം താലൂക്ക് ആശുപത്രിയിൽ നിന്നൊരു വാർത്ത വന്നിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ 11 വയസ്സുകാരന്റെ തലയിൽ തുന്നലിട്ടത്, മുറിവിൽ തുന്നലിട്ടത് മൊബൈൽ ഫോൺ വെളിച്ചത്തിലാണെന്ന് ഞെട്ടിക്കുന്ന വിവരം. വൈക്കം ചെമ്പ് സ്വദേശി എസ് ദേവതീർത്ഥിനെയാണ് മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ തുന്നലിട്ടത്. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ചിലവ് കൂടുതലാണെന്ന വിചിത്രവാദവുമായാണ് ആശുപത്രി ജീവനക്കാർ രംഗത്ത് വന്നത്. ഏതായാലും പിന്നീട് ഇതിൽ അന്വേഷണം ഉണ്ടാവുന്നു, നടപടിയെടുക്കുമെന്ന് മന്ത്രി പറയുന്നു. പക്ഷേ ഏതായാലും ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായതെന്നതിൽ തർക്കമില്ല. അഞ്ജന തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണാം. ഇന്നലെ 4:30 ഈ ആശുപത്രിയിലേക്കാണ് ചെമ്പ് സ്വദേശിയായ ദേവതീർത്ഥനെ തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് മാതാപിതാക്കൾ കൊണ്ടുവരുന്നത്. അവരുടെ വീട്ടിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ആശുപത്രിയാണ് വൈക്കം താലൂക്ക് ആശുപത്രി. ഇവിടെ എത്തിയപ്പോൾ ഒരു ഗുരുതര വീഴ്ചയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ദേവതീർത്ഥന് ചികിത്സ നൽകുന്നതിലുണ്ടായത്. വൈദ്യുതി തടസ്സപ്പെട്ടത് മൂലം മൊബൈൽ ഫോണിന്റെ ഫ്ലാഷ് വെളിച്ചത്തിലാണ് ദേവതീർത്ഥന്റെ തലയ്ക്ക് തുന്നലിട്ടത്. ഞാൻ ചോദിച്ചു, ഈ സ്റ്റിച്ച് ഇടുമ്പോൾ ഈ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഈ ഹെയർ അതിനകത്തേക്ക് വന്നാൽ അവർ അറിയത്തില്ലല്ലോ. അപ്പോൾ ഡോക്ടർ തന്നെ അറ്റൻഡറിനോട് പറയുന്നുണ്ട്, ഹെയർ ഉണ്ടല്ലോ ചേട്ടാ എന്താ. അപ്പോൾ അറ്റൻഡർ പറഞ്ഞ വെട്ടയില്ല, എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയാണ് എല്ലാം ചെയ്തത്. ആദ്യമേ ഡ്രസ്സ് ചെയ്തപ്പോൾ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയാണ് ഇതെല്ലാം ചെയ്തത്. അത് കഴിഞ്ഞ് കാഷ്വാലിറ്റി ചെന്ന് അവനൊരു വിൻഡോയുടെ സൈഡിൽ കൊണ്ട് ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, അവിടുത്തെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ആ വിൻഡോയുടെ സൈഡിൽ ഇരുത്തുക, അതാകുമ്പോൾ വെട്ടം കിട്ടുമെന്ന്. മൊബൈൽ ഫ്ലാഷ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ദേവതീർത്ഥന് തുന്നലിടുന്നത് കണ്ടപ്പോൾ തന്നെ മാതാപിതാക്കൾ ആശുപത്രി ജീവനക്കാരോട് അവരുടെ ആശങ്ക പങ്കുവച്ചതാണ്. എന്നാൽ ഈ ആശങ്കയ്ക്ക് യാതൊരുവിധ പരിഗണനയും ആശുപത്രി ജീവനക്കാർ നൽകിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇതിൽ എടുത്തു പറയേണ്ടത് ആശുപത്രി ജീവനക്കാരുടെ വാദമാണ്. വൈദ്യുതി തടസ്സപ്പെട്ടപ്പോഴും ജനറേറ്റർ പോലും പ്രവർത്തിപ്പിക്കാൻ ഇവർ തയ്യാറായില്ല. ഡീസൽ കുറവാണെന്ന വിചിത്ര വാദം ഉന്നയിച്ചുകൊണ്ട് മാതാപിതാക്കളെ ഇവർ സമാധാനിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഗുരുതര വീഴ്ചയാണ് വൈക്കം താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം തുടർ നടപടികൾ അടക്കം സ്വീകരിക്കാനും സാധ്യതയുണ്ട്. ആശുപത്രി ജീവനക്കാർക്കടക്കമുള്ള തുടർ നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത. ഇതിൽ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു അനാസ്ഥ ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ്. യാതൊരു വിധത്തിലെ ഇൻഫെക്ഷനും ഒന്നും ഉണ്ടാകാതെ ആശുപത്രി ജീവനക്കാർ പരിപാലിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. ന്യായീകരണം എന്തു തന്നെയായാലും ഇതിൽ നടപടി ഉണ്ടായേ മതിയാകുകയുള്ളൂ. അവിടെ ഇനി വെളിച്ചത്തിന്റെ കുറവാണ് അല്ലെങ്കിൽ ജനറേറ്ററിന്റെ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ആരോഗ്യ വകുപ്പ് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ തുന്നലിടുകയോ അല്ലെങ്കിൽ അത്തരം അടിയന്തര നടപടികളൊക്കെ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ വെളിച്ചമില്ലാതെ എങ്ങനെയാണ് ആശുപത്രിയിലെ ജീവനക്കാർ പ്രവർത്തിക്കേണ്ടതെന്ന ചോദ്യമാണുള്ളത്.